പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകി വ്യത്യസ്തമായ പരിപാടി അവതരിപ്പിച്ച് യുഎയിലെ പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടം നേടി. 10,346 വിദ്യാർത്ഥികൾ ഷാർജയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ അങ്കണത്തിൽ ഒരുമിച്ചിരുന്ന് പുനരുപയോഗസാധ്യമായ ബാഗുകളിൽ വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ നടത്തിയാണ് പുതിയ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഷാർജ മുവൈല ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ക്യാമ്പസാണ് പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ 8ാം ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിന് വേദിയായത്. ക്രിയാത്മകതയുടെയും സുസ്ഥിരതയുടെയും പാരിസ്ഥിതിക അവബോധത്തിന്റെയും പ്രഖ്യാപനമായിരുന്നു ഈ ഗിന്നസ് ശ്രമം. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ, ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ ഷാർജ, പേസ് ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ, DPS സ്കൂൾ അജ്മാൻ, പേസ് ബ്രിട്ടീഷ് സ്കൂൾ ഷാർജ എന്നീ പേസ് ഗ്രൂപ്പ് കലാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഗിന്നസ് നേട്ടം കൈവരിച്ചത്. ഇപ്രാവശ്യത്തെ റെക്കോർഡ് 10,346 കുട്ടികളാണ് ഇന്ന് അച്ചീവ് ചെയ്തത്. നമ്മളെ പേസ് ഗ്രൂപ്പിൻ്റെ ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളും, പേസ് ഇൻ്റർനാഷണൽ സ്കൂൾ, ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ, ഡൽഹി പ്രൈവറ്റ് സ്കൂൾ, പേസ് ബ്രിട്ടീഷ് സ്കൂൾ എന്നുള്ള കുട്ടികൾ ചേർന്നിട്ട് ഇന്ന് അച്ചീവ് ചെയ്ത അവാർഡാണിത്. ഈ അവാർഡ് ഒരു പ്രത്യേക ചാലഞ്ചിങ്, unlike the previous awards, a lot of instructions, a lot of guidelines, ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മളെ ഈ 10,000-ഓളം കുട്ടികൾ വളരെ ഭംഗിയായി പിന്നെ നല്ല പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് സസ്റ്റൈനബിലിറ്റിനെ പ്രൊമോട്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇന്ന് സക്സസ്ഫുള്ളായി നേടാൻ പറ്റി. സോ ദിസ് ഈസ് ദ 8th Guinness World Record achieved under the banner of PACE Group. And that is what we have done today. പ്ലാസ്റ്റിക് മുക്തവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു നല്ല ഭാവി ലക്ഷ്യമാക്കി തുണിസഞ്ചി ജനകീയവൽക്കരിച്ച് പ്ലാസ്റ്റിക്കിന്റെ വലയത്തിൽ നിന്നും ഭാവി തലമുറയെ മോചിപ്പിക്കണമെന്ന ചിന്തയാണ് ഇത്തരമൊരു ആശയം നടപ്പാക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. ഇന്ത്യയിലും പ്രവാസ ലോകത്തുമായി നിരവധി ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച മലയാളി വ്യവസായിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ഡോക്ടർ PA ഇബ്രാഹിം ഹാജിയാണ് പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന് അസ്ഥിവാരമിട്ടത്. ഗിന്നസ് റെക്കോർഡ് ചടങ്ങിൽ പേസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൽമാൻ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് അഡ്ജുഡിക്കേറ്റർ ഹെമ ബ്രെയിൻ റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. പേസ് ഗ്രൂപ്പ് ഡയറക്ടർമാരും അധ്യാപകരും ഗിന്നസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു.